ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലക്കാടൻ സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം അതൊരു 1/4 വേവ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 1/4 വേവ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലുള്ള പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് ശേഷം വേറൊരു കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് പകുതി ഓയിലും പകുതി നെയ്യും കൂടെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമുളകിൻ്റെ ഒരു ആ ഓയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ആ സ്മെല്ല് വരുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 കിലോ അരിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബിരിയാണി മസാലയാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് 2 വലിയ തക്കാളി ഒന്ന് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്ത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തക്കാളി എല്ലാം ഒന്ന് വെന്ത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് അരച്ചെടുത്തത് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബീഫ് വേവിച്ചെടുത്ത സമയത്ത് കുറച്ച് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വേവിച്ചെടുക്കുന്നതിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം മാറ്റി വെച്ച് ബീഫ് മാത്രമായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്ത തൈര് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഞാനിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 2 ഇരട്ടി വെള്ളം വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 വിസിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലുള്ള പ്രഷറെല്ലാം കളഞ്ഞ് തുറന്നെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞ് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയേക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറന്നു പോകരുത്.